മാണിയൂരപ്പ അതിലുപരിയായിട്ട് എന്റെ നിരോധാധാരമായിട്ടും ശേഷം എന്റെ 18 ചേരിക്കലിനകത്തും അന്ന് നിറഞ്ഞിരിക്കുന്ന എന്റെ തളിരപ്പൻ എന്റെ മടിയമ്പല ക്ഷേത്രപാല എന്റെ തൃക്കണ്ണാടപ്പ പയ്യന്നൂർ പെരുമാളെ നീലാശ്വര നീലകണ്ഠൻ അന്നെന്റെ അങ്ങനെ ഇരിക്കുന്ന ദിക്കിനകത്ത് ഇന്നേ ദിനം താന്നൂർ എന്നിരിക്കുന്ന അമരഭൂമിനകത്ത് ചെന്ന് കൈയെടുത്തിരിക്കുന്ന പ്രഭാതത്തിൽ അന്ന് വെച്ചിരിക്കുന്ന കട്ടിക്ക് വാട്ടം വരുത്താതെ അന്ന് താന്നൂരപ്പൻ്റെതായിരിക്കുന്ന അമരഭൂമിനകത്ത് ചെയ്തു പോകുന്ന കർമ്മങ്ങളൊക്കെ ഞാനും അല്ലെ ശേഷപ്പെട്ടിരിക്കുന്ന അനുഭവം തന്നെയാണല്ലോ നിങ്ങൾ അല്ലെ. അന്ന് സൂര്യഭഗവാന് 101 കുളിയന്മാരാണ്. വീണ്ടും ഗതയോട് കൂടിയിരിക്കുന്ന ഓങ്കാരം എന്നിരിക്കുന്ന അട്ടകാരത്തെങ്കിൽ അട്ടകാസം മുഴക്കിയിരുന്ന ശക്തി ഞാൻ തന്നെയാണല്ലോ അല്ലെ. അതിനാലകത്ത് ചെയ്തിരിക്കുന്ന കർമ്മം ശേഷപ്പെട്ടിരിക്കുന്ന അനുഭവം തന്നെയാണ്. പകർന്നു തന്നിരിക്കുന്ന പകർപ്പ് തന്നെയാണ് അല്ലെ. ഗണപതി പുസ്തകത്തിനാലും എടുത്തു വഴക്കം ചെയ്തു കൊടുത്ത കാലനേരത്ത് കുറവടി വരുത്താതെ വേണം തന്നെ എന്റെ കുളിക രാജാവ് വേണം കാവലായി എന്നിരിക്കുന്ന പ്രാർത്ഥനയുണ്ട് മനസ്സിലാക്കുന്നത്. ആരുകൊണ്ട് ചാടിക്കളയാതെ വേണം തന്നെ പരിപാലിക്കുന്നുണ്ട്. പ്രവർത്തിക്കാരെ എങ്കിലും ഏത് പ്രകാരത്തിലാണ് ഒരു പടവളി വിളിച്ചിട്ടില്ല ഇതിനാലകത്ത്? എങ്ങനെയാണ് ഏത് പ്രകാരത്തിലാണ് പ്രവർത്തിക്കാരെ ഇതിനാലകത്ത് കൊട്ടിപ്പിടിച്ചത്? നിങ്ങൾ 10 ഉണ്ടല്ലോ ഇതിനാലകത്ത്, 10 കൂടിയിരിക്കുന്ന കളിയാട്ടം കഴിഞ്ഞു. എങ്ങനെയാണ് പടവളി വിളിച്ചിട്ടില്ല തന്നെ? ഈ ഗുളിക രാജാവിനെ കണ്ടുപോകാൻ തക്കവണ്ണം തന്നെ ഏത് പ്രകാരത്തിലാണ് വിളിച്ചത്? ആരാണ് ആൾക്കാരങ്ങള്? എന്തിനാണ് വിളിച്ചത് തന്നെ ഇതിനാലകത്ത് അല്ലെ? തട്ടുച്ച നേരത്തെ അല്ലെ ഉച്ചിയിൽ കത്തിക്കുന്ന സൂര്യന്റെ പ്രകാശം പോലെ അല്ലെ ആ കനത്ത ഉഷ്ണം പോലെ ഞാൻ ഇതിനാലകത്ത് ചെന്ന് കൈയെടുത്തു. എന്തിനാണ് എന്നെ പടവളി വിളിച്ചത് ഇതിനാലകത്ത്? ഏത് പ്രകാരത്തിനാണ് അകമ്പടിമാരെ? പടവളി വിളിച്ചതാണോ അല്ല 18 രാശി അല്ലെ? 12 രാശി അല്ലെ വാരി വെച്ചു അല്ലെ. അന്ന് പൂർവികന്മാർ പകർന്നു തന്നിരിക്കുന്ന ഒരു വാക്ക് അല്ലെ, അത് ചെയ്തു പോരാതൊക്കെ വണ്ണം ഒരു മുഷിച്ചലുണ്ടായി അല്ലെ. അന്നേ ദിനം തറവാട് മുമ്പേതുമായിട്ട് അല്ലെ വാരി വലിച്ചെറിഞ്ഞു ഞാൻ അല്ലെ. നാശത്തിന് ഇടവരുത്താതൊക്കെ വണ്ണം തന്നെ അന്ന് നിങ്ങൾ ചെന്ന് കൈയെടുത്തു അല്ലെ. അന്ന് 18 രാശി വാരി വെച്ച് നോക്കി അല്ലെ. ആ രാശിക്കകത്ത് സർവസാക്ഷിയായിരിക്കുന്ന ഗുളിക രാജാവ് നിറഞ്ഞു കണ്ടു അല്ലെ. ആ പ്രകാരം എന്നെ കൊണ്ടുപിടിക്കാൻ തക്കവണ്ണം തന്നെ എൻ്റെ തായന്നൂരപ്പൻ്റെ അമരഭൂമിനകത്ത് ഈ അയോധ്യക്ക് സമരമായിരിക്കുന്ന ദേവലോകത്തിനകത്ത് എന്നെ വിളിച്ചു കണ്ട പരമാർത്ഥം അല്ലെ. ആ പ്രകാരം തന്നെയാണല്ലോ അന്ന് പിതാവ് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന അല്ലെ. ഇവര് പിതാക്കന്മാരുടെ പൂർവ്വസ്ഥാനം തന്നെയാണ് ഇരിക്കട്ടെ അല്ലെ. പൂർവികന്മാർ അന്ന് വിളിച്ചിരിക്കുന്ന പടവിളിയല്ലേ അല്ലെ. നടത്തിപ്പോരാം കൊടുത്തു പോരാം എന്നിരിക്കുന്ന പടവിളി അല്ലെ. ബ്രഹ്മാവിട്ടിരിക്കുന്ന ആയുസോളം അല്പം ഒന്ന് മറഞ്ഞുപോയി. എന്നിരുന്നാലോ രാശി വെക്കുന്ന വേളയെങ്കിൽ വാരി വലിച്ചെറിയുന്ന വേളയെങ്കിൽ തറപ്പിച്ച് നിന്നില്ല ഞാൻ അവിടെ അല്ലേ. ഉച്ചിച്ച് നിന്നില്ലേ? കർണന്റെ കവചകുണ്ടലത്തെക്കാൾ ഏറെ ശക്തിയുണ്ട് എനിക്ക് അല്ലേ. 101 പുള്ളിക്കുത്തിന്റെ സൗരത്തോട് കൂടിയിട്ട് നെറ്റിപ്പട്ടം കെട്ടിയിരിക്കുന്ന ഗജത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഞാൻ ചെന്ന് കൈയെടുത്തത് അല്ലേ. അല്ലേ പ്രവർത്തിക്കാരെ, അകമ്പടിമാരെ, ഗുരാമമാരെ, എൻ്റെ പാലായത്തിയാ, എൻ്റെ എട്ടില്ലേ, നെല്ലിക്കത്തിയാ, വാവുതിയാ, വിശ്വർമാവ് 626 ഏവരുണ്ടല്ലോ സഭക്കകത്ത് അല്ലേ. ഇരിക്കട്ടെ അകമ്പടി. അതുകൊണ്ട് വേറിട്ട അഴിമത്തിന് ഇടവരുത്താതൊക്കെ വേണം തന്നെ എന്നെ നിറഞ്ഞു കണ്ടില്ലേ ഇതിനാലകത്ത്? കുറവടി ഉണ്ടോ വിശേഷിക്കാൻ തക്കവണ്ണം തന്നെ? കണ്ണ് നിറഞ്ഞോ നിങ്ങളെ 10ൻ്റെ അല്ലേ? കൊണ്ടുപിടിച്ച ആൾത്തറ നിങ്ങളല്ലേ. മനസ്സ് നിറഞ്ഞോ നിങ്ങളെ? പുളികരാജാവിനെ കണ്ട പരമാർത്ഥം ഇരിക്കട്ടെ. എനിക്ക് തൃപ്തി ഉണ്ടായത് കൊണ്ടെന്നാണല്ലോ ഞാൻ അതിനാലകത്ത് വലിച്ചെറിഞ്ഞ വേളയെങ്കിലല്ലേ നിങ്ങൾ എന്നെ ഓർത്തത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നുകൊള്ളൂലേ? ഇരിക്കട്ടെ. പിതാവ് പറഞ്ഞിരിക്കുന്ന അറിവ് അല്ലേ, നിങ്ങൾ രാശി വെച്ച് നോക്കുന്ന വേളയെങ്കിലും അറിഞ്ഞത് അല്ലേ. അതിനകത്തോ അല്പമൊന്നും ഞാൻ അല്ലേ നഷ്ടങ്ങളൊന്നും വരുത്തിയില്ല. നിദ്രയെങ്കിലൊന്നും ഏത് പ്രകാരത്തിലാന്ന് എങ്കിലും ബ്രഹ്മാവിട്ടിരിക്കുന്ന ആയുസല്ലേ. ഭൂമി ലോകത്തിനകത്ത് കാലം കലിയുഗം താപര കലിയുഗത്തിനകത്ത് അല്ലേ ഭൂമിയിലേക്ക് നമ്മളെ അയക്കുന്ന കാര്യം ബ്രഹ്മാവല്ലേ. സൃഷ്ടി സമ്പാദനമായിരിക്കുന്നത് ബ്രഹ്മാവ് തന്നെയല്ല അല്ലേ. 3 സൃഷ്ടിയല്ലേ അല്ലേ. വിഷ്ണുകുളിയൻ, ശിവകുളിയൻ, ബ്രഹ്മകുളിയൻ അല്ലേ. വിഷ്ണു ഭഗവാന്റെ ദൃഷ്ടിയുണ്ട്, ശിവകുളിയനുണ്ട് അല്ലേ, ബ്രഹ്മദേവൻ്റെതായിരിക്കുന്ന കുളിയുണ്ട് അല്ലേ. അന്ന് ഭക്തിയോട് കൂടിയിട്ട് ഭജിക്കാൻ അന്ന് വിഷ്ണുകുളിയൻ അല്ലേ. സംഹാരനായിട്ട് അന്ന് ശിവകുളിയൻ എന്നിരിക്കുന്ന ഞാൻ. ബ്രഹ്മകുളിയനോ വായുവിലും അഗ്നിയായിട്ടും അല്ലേ ദൂതായിട്ട് അയക്കുന്നതല്ലേ അല്ലേ പ്രവർത്തിക്കാരെ. ആയതുകൊണ്ട് സങ്കടങ്ങളൊന്നും വേണ്ട
എന്നെ വിളിച്ച് കണ്ട പരമാർത്ഥം എനിക്ക് ക്ഷേമം തന്നെയാണ് ഇതിനകത്ത്. അതുകൊണ്ട് നിങ്ങളെ മനസ്സ് നിറഞ്ഞില്ല എന്നെ കണ്ട പരമാർത്ഥം. കുറവടിയുണ്ടോ ഇതിനകത്ത്? ക്ഷേമം തന്നെയാണല്ലോ നിങ്ങൾക്ക്. എന്നെ കണ്ട പ്രകാരത്തെങ്കിലും കുറ്റവും കുറവടിയൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്.